എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഇന്നത്തെ പുതിയ കഥയിലേക്ക് നല്ലൊരു സ്വാഗതം. കഥ ആരംഭിക്കാം. 9 വർഷം 9 വർഷക്കാലം നീണ്ടുനിന്ന പ്രണയത്തിനൊടുവിലാണ് ശാലുവിനെ പ്രദീപ് വിവാഹം കഴിക്കുന്നത്. വീട്ടുകാർക്കിടയിലും വളരെയധികം പ്രശ്നങ്ങൾ നിലനിന്നിരുന്ന ഒരു വിവാഹമായിരുന്നു അത്. എന്നാൽ എല്ലാവരെയും എതിർത്തുകൊണ്ടായിരുന്നു ജീവിതത്തിലേക്ക് രണ്ടുപേരും എത്തിയത്. ശാലുവിന് കുട്ടികളുണ്ടാവില്ല എന്നറിഞ്ഞതോടെ അവന്റെ വീട്ടുകാർക്ക് അവളോടുള്ള ദേഷ്യം 10 മടങ്ങ് വർദ്ധിക്കാൻ തുടങ്ങി. അപ്പോഴൊക്കെ അവൾക്ക് ആശ്വാസമായിരുന്നത് അവന്റെ ആ സ്നേഹമായിരുന്നു. ഇതിനിടയിൽ ശാലുവിന്റെ വീട്ടുകാർ പിണക്കം മറന്ന് ഇരുവരും നല്ല ബന്ധത്തിലെത്തുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ശാലുവിന്റെ അനുജത്തിയായ മാധു ഇവരുടെ വീട്ടിൽ നിന്ന് പഠിക്കാനായി എത്തുന്നത്. വീട്ടുകാരുമായുള്ള ബന്ധം ഉറപ്പിക്കാൻ ഇതാണ് ഏറ്റവും മികച്ച മാർഗമെന്ന് മനസ്സിലാക്കിയ ശാലു സന്തോഷപൂർവ്വം അനുജത്തിയെ വീട്ടിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. പക്ഷെ അത് തന്റെ ജീവിതം തന്നെ തകർക്കാൻ കാരണമാകുമെന്ന് അവളും അറിഞ്ഞിരുന്നില്ല. ഹോസ്പിറ്റലിലായിരുന്നു ശാലുവിന് ജോലി. അവിടെ ഫാർമസിസ്റ്റാണ്. പ്രദീപിന് ബിസിനസ്സാണ്. ജീവിതം വളരെ സുന്ദരമായി മുന്നോട്ടു പോയി. കിട്ടുന്ന കാശൊക്കെ മീതിയാണ്. ചിലവക്കാൻ കുട്ടികളൊന്നും ഇല്ലല്ലോ. അത് മനസ്സിലാക്കി മാധു വളരെ സന്തോഷപൂർവ്വം തന്നെയാണ് വീട്ടിലേക്ക് എത്തിയത്. വീട്ടുജോലികളൊക്കെ മാധു അവളെ സഹായിക്കാൻ വരുമ്പോൾ പഠിക്കുവാനായി അവളെ പറഞ്ഞു വിട്ടു ശാലു. മാധുവിന്റെ കണ്ണാകട്ടെ പ്രദീപിന്റെ മേലായിരുന്നു. സൗന്ദര്യം നിറഞ്ഞ പ്രദീപിനെ അവൾക്ക് ആദ്യം മുതൽ തന്നെ ഇഷ്ടമായിരുന്നു. അനിയത്തിയെ കാണാനും അതിസുന്ദരിയാണ്. ചേട്ടത്തിയെ കാണുന്നത് പോലെയല്ല. ആ വെളുത്തു തടിച്ച ശരീരവും ആ മുന്നഴകും പിന്നഴകും ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്നു പോകും. പ്രദീപിന്റെ കയ്യിൽ ഇഷ്ടം പോലെ പണവുമുണ്ട്. ആ ഒരു ചിന്ത മാത്രമായിരുന്നു മാധുവിന്റെ മനസ്സിൽ പലപ്പോഴും. മാധു കോളേജിൽ നിന്നും വരുമ്പോൾ പ്രദീപ് മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക. ചേട്ടത്തി എപ്പോഴും താമസിച്ചാണ് വരാറുള്ളത്. മനഃപൂർവ്വം പ്രദീപുമായി അടുക്കാനുള്ള അവസരങ്ങൾ മാധു സൃഷ്ടിച്ചു. അവന്റെ കയ്യിലെ പണം മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം. ഒരിക്കൽ പ്രദീപ് വന്നപ്പോൾ ചായ ഇട്ടുകൊടുത്തത് അനിയത്തിയാണ്. അങ്ങനെ ഇരുവരും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു പരിചയമുണ്ടായി. ഒരു ചേട്ടൻ എന്നതിലുപരി അവനുമായി എന്തും തുറന്നു സംസാരിക്കാനുള്ള ഒരു ബന്ധം അവൾ ഉണ്ടാക്കിയെടുത്തു. ഇരുവരും പലപ്പോഴും പരസ്പരം തമാശ പറയുകയും അടുത്തിടപഴകുകയും ഒക്കെ ചെയ്തിരുന്നു. അതൊക്കെ ചേട്ടത്തിക്കും സന്തോഷമാണ്. എന്നാൽ ഒരു ദിവസം അല്പം നേരത്തെ എത്തിയ ശാലു കാണുന്നത് ഒരിക്കലും കാണാൻ പാടില്ലാത്ത ഒരു കാഴ്ചയായിരുന്നു. പരിപൂർണ നഗ്നരായി തങ്ങളുടെ ബെഡ്റൂമിൽ കെട്ടിമറിയുന്ന സ്വന്തം ഭർത്താവും അനുജത്തിയും. തന്റെ ഭർത്താവിന്റെ ശരീരത്തിലേക്ക് ആസക്തിയോടെ പടർന്നു കയറാൻ തയ്യാറെടുക്കുന്ന തന്റെ കൂടപ്പിറപ്പ്. ആ കാഴ്ച ഒരു നിമിഷം അവളുടെ കണ്ണുകളെ വല്ലാതെ ഉലച്ചു. അവൾക്കത് അംഗീകരിക്കാൻ സാധിക്കുന്നതായിരുന്നില്ല. കുട്ടികളില്ലാത്ത കാലത്ത് തന്നെ സ്നേഹിച്ചിരുന്ന പ്രദീപ് തന്റെ സഹോദരിയുമായി മോശമായ തരത്തിൽ. ചേച്ചി ഇതറിഞ്ഞാലോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ടേട്ടാ. കാമകേളികൾക്ക് ശേഷം അവന്റെ നെഞ്ചിൽ ചാഞ്ഞു കിടന്ന് അവൾ പറഞ്ഞു. നിന്റെ ചേച്ചി ഇതൊന്നും അറിയാൻ പോകുന്നില്ല. ഇനി അറിഞ്ഞാൽ എന്തു ചെയ്യാനാ? ഞാൻ നിന്നെ വിവാഹം കഴിക്കുമെന്ന് അങ്ങ് പറയും. 2 ഭാര്യമാർ ഉണ്ടാവുന്ന ഒരു കുറ്റമൊന്നും അല്ലല്ലോ. അവളുടെ കഴുത്തിൽ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. സത്യത്തിൽ എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. ചേച്ചിയെ ചതിക്കുകയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ. പക്ഷേ ഏട്ടനോടുള്ള ഇഷ്ടം അവൾ ഒന്ന് നിർത്തി. എനിക്കും ആദ്യമൊക്കെ കുറ്റബോധം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു കുഞ്ഞിനെ പോലും തരാൻ സാധിക്കാത്ത അവളെ ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? അവളോടൊരു ഇഷ്ടക്കുറവൊന്നുമില്ല എനിക്ക്. പക്ഷേ നിന്നോട് എപ്പോഴൊക്കെയോ അടുത്തുപോയി ഞാൻ. അവളെ ഉപേക്ഷിക്കണമെന്നും ഒന്നും ഇപ്പോഴില്ല. നിന്നെയും ഉപേക്ഷിക്കില്ല. രണ്ടുപേരും ഒപ്പം ഉണ്ടാവണമെന്നാണ് എന്റെ ആഗ്രഹം. അവൻ പറഞ്ഞ ആ നിമിഷം ഈ ഭൂമി പുലർന്ന് താഴേക്ക് പോയിരുന്നുവെങ്കിൽ എന്നാണ് ശാലു ആഗ്രഹിച്ചത്. അവൾ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അതിനുശേഷം അവൾ കോളിംഗ് ബെല്ലടിച്ചു. അപ്പോഴേക്കും തമ്മിൽ പുണർന്നു കിടന്നവർ അകന്നു മാറിയിരുന്നു. ചേച്ചി വന്നെന്ന് തോന്നുന്നു. മാധു അത് പറഞ്ഞപ്പോൾ പ്രദീപിന്റെ മുഖത്ത് അനിഷ്ടം നിറഞ്ഞിരുന്നു. കയറി വന്ന ശാലു രണ്ടുപേരോടും പ്രത്യേകിച്ചൊന്നും പറയാതെ തലവേദനയാണെന്ന് പറഞ്ഞ് തന്റെ ബെഡിൽ പോയി കിടന്നു. വൈകുന്നേരം ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി മാധു വന്ന് വിളിച്ചപ്പോൾ അവൾ മറുപടിയൊന്നും പറയാതെ എഴുന്നേറ്റ് ചെന്നു. അപ്പോഴേക്കും പ്രദീപ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നു. പണ്ടൊക്കെ എത്ര തിരക്കുണ്ടെങ്കിലും താൻ കൂടി വന്നതിന് ശേഷം മാത്രമേ പ്രദീപ് ഭക്ഷണം കഴിക്കുമായിരുന്നുള്ളൂ. അന്ന് നടന്ന വിശേഷങ്ങൾ മുഴുവൻ തന്നോട് പറയും. ഇപ്പോൾ പ്രദീപേട്ടന്റെ മനസ്സിൽ തനിക്കൊപ്പം തന്റെ അനുജത്തി കടന്നുകൂടിയിരിക്കുകയാണ്. ആ ചിന്തയാണ് ഇതിനോടകം തന്നെ അവളെ എല്ലാ അർത്ഥത്തിലും പ്രദീപേട്ടൻ അറിയുകയും ചെയ്തിട്ടുണ്ട്.
ഒന്നും മിണ്ടാതെ അവൾ തന്റെ മുറിയിലേക്ക് പോയിരുന്നു ഉറങ്ങുന്നത് പോലെ കിടന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴാണ് അരികിൽ പ്രദീപ് ഇല്ല എന്ന് മനസ്സിലാക്കിയത്. എന്ത് സംഭവിച്ചുവെന്ന് അറിയാൻ വേണ്ടി അവൾ പതിയെ അനിയത്തിയുടെ മുറിയുടെ അരികിലേക്ക് ചെന്നു. അല്ലെങ്കിലും ഇനിയിപ്പോൾ അവനെ നോക്കേണ്ടത് അവിടെയാണല്ലോ. അനിയത്തിയുടെ കരച്ചിൽ ഉയർന്നു കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അവൾ ചെവിയോർത്തു. ഇനി ഞാൻ എന്തു ചെയ്യും പ്രദീപേട്ട? പ്രഗ്നൻസി കാർഡിൽ രണ്ടുപേരെയാണ് കണ്ടിരിക്കുന്നത്. ഞാൻ വീട്ടിൽ എന്തു പറയും? അവൾ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നത് കേട്ടതും ഹൃദയം പൊട്ടിപ്പോകുന്നത് പോലെ തോന്നിയിരുന്നു ശാലുവിന്. ഇനിയും ഒരു വിഡ്ഢിയായി താൻ ജീവിക്കേണ്ട കാര്യമില്ല എന്ന ആ നിമിഷം അവൾക്ക് തോന്നി. അപ്പോൾ തന്റെ കുഴപ്പം കൊണ്ട് തന്നെയായിരുന്നു കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരുന്നത്. പ്രദീപേട്ടന്റെ ഏറെക്കാലത്ത് സ്വപ്നമായിരുന്നു ഒരു കുഞ്ഞ്. അത് അവളിലൂടെ സാക്ഷാത്കരിക്കാൻ പോകുന്നു. ഇനി ഒരു വിഡ്ഢിയായി താൻ തുടരുന്നതിന് എന്താണ് അർത്ഥം? നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? എന്തു വന്നാലും ഞാൻ നിന്നെ കൈവിടില്ല. എന്റെ കുഞ്ഞും നിന്റെ വയറ്റിൽ വളരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വളർത്തുക തന്നെ ചെയ്യും. നിന്റെ വീട്ടുകാരോട് ഞാൻ പറഞ്ഞോളാം. അപ്പോൾ ചേച്ചിയോ? ചേച്ചിയോടെന്ത് പറയും? എന്താണെങ്കിലും അവളും ഇതെന്നായാലും അറിയണ്ടേ. ഞാൻ അവളെ ഉപേക്ഷിക്കാനൊന്നും പോകുന്നില്ല. അവൾ നമ്മൾക്കിടയിൽ വേണ്ട എന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? ഇല്ല. പക്ഷേ നമ്മൾക്കിടയിൽ ചേച്ചി ഉണ്ടെങ്കിലും പരിഗണന എനിക്കാവണം. എന്റെ കുഞ്ഞ് നിന്നിൽ വളരുമ്പോൾ അത് അങ്ങനെയല്ലേ ഉണ്ടാവത്തുള്ളൂ. പക്ഷേ അവളെ ഉപേക്ഷിച്ച് കളയാനൊന്നും എനിക്ക് പറ്റത്തില്ല കേട്ടോ. അവളും ഇവിടെ എന്റെ ഭാര്യയായി നിന്നോടൊപ്പം അവൾ ഉണ്ടാകും. അവൻ പറഞ്ഞപ്പോൾ അവൾ സമ്മതപൂർവ്വം തലയാട്ടിയിരുന്നു. ഇനിയൊന്നും കേൾക്കാൻ വയ്യാത്തതുപോലെ ശാലു യാന്ത്രികമായി നടന്നു. ശേഷം അടുക്കളവാതിൽ തുറന്ന് പിന്നാമ്പുറത്ത് കിണറിനരികിലേക്ക് ചെന്നു. കിണറിന് മുകളിലേക്ക് കയറി നിൽക്കുമ്പോൾ തന്റെ ശരീരത്തിന് ഒട്ടും തന്നെ ഭാരമില്ല എന്ന് അവൾക്ക് തോന്നി. അവൾ ഒരു തൂവൽ പോലെ ആ കിണറിനടിയിലേക്ക് പറന്നുപോയി.